Recording in progress. Praise the Lord. Hallelujah. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ. സകല മാനവും മഹത്വവും യേശുപ്പച്ചനെ ഞാൻ അർപ്പിക്കുകയാണ്. ഒത്തിരി നാളുകൾക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട റിജോയ്സ് മിനിസ്ട്രീസിൽ വീണ്ടും പങ്കുകൊള്ളുവാൻ കർത്താവ് എനിക്ക് നൽകിയ എല്ലാ നല്ല അവസരത്തിനായി നന്ദി പറയുകയാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങളുള്ള ഒരു സഭയാണ്, ഒരു മിനിസ്ട്രിയാണ് റിജോയ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത്. എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഞാൻ വളരെ സ്നേഹിക്കുന്ന, ജ്യേഷ്ഠതുല്യം സ്നേഹിക്കുന്ന പാസ്റ്റർ സണ്ണി ജോർജ് അവറുകൾ, ഫാമിലി, അവരുടെ തലമുറകൾ, അവരെല്ലാവരും ഓർക്കുന്ന ഈ സമയം അവരുമായിട്ടുള്ള ആ ഒരു ആത്മീയ നല്ല ബന്ധങ്ങൾ എനിക്ക് ദൈവതമ്പുരാൻ നൽകി തന്നു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ആ സഭയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം തൻ്റെ ദാസനെ കുടുംബത്തെയും ദൈവം അഭിഷേകം ചെയ്യുന്നല്ലോ. ഈ മീറ്റിംഗ് വളരെ മനോഹരമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന തോമസ് ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വർഷിപ്പ് മനോഹരമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദർ ജീം തോമസ് അവറുകളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ള എല്ലാ അംഗങ്ങളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് നമുക്കായിരിക്കാം. ദൈവം നമ്മോട് വ്യക്തമായി, ശക്തമായി സംസാരിക്കുവാൻ പോവുകയാണ്. നിരവധി ദൈവമക്കളെ എനിക്ക് ആത്മീയമായി നല്ല ബന്ധമുള്ളവര് ഈ മീറ്റിങ്ങിലുണ്ട്. സ്തോത്രം. അവരെല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യ പദവിയായി ഞാൻ കാണുകയാണ്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും വേദപുസ്തകം നമുക്ക് തുറക്കാം. പരിശുദ്ധാത്മാവ് നൽകി തന്ന സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കേന്ദ്രീകരിക്കാൻ ശ്രമപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് ശബ്ദമുയർത്തി വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം, അതിൻ്റെ 11-ാമത്തെ വാക്യം. കഴിയുന്നിടത്തോളം എല്ലാവരും ആ വാക്യം എടുത്ത് വായിക്കണം. അപ്പോൾ തന്നെ വീഡിയോ ഓൺ ചെയ്യുവാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. സ്തോത്രം. നിങ്ങൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ഓൺ ചെയ്താട്ടെ. സ്തോത്രം. കഴിയുന്നിടത്തോളം വീഡിയോ ഓൺ ചെയ്യാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് 11. ആക്ട്സ് ചാപ്റ്റർ 23 വേഴ്സ് 11. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ, ആമേൻ, ആമേൻ. ദൈവസന്നിധിയിൽ ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം, എന്നുയിരേക്കാളരികിൽ ഞാൻ എന്നും വേണം. ഒരു വീമ പോലും അടയാതെ എന്നെ നോക്കിടുന്ന യേശുവപ്പയാണ് എപ്പോഴും എൻ പ്രിയ തോഴനാ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു.
എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. രാവിലും പകലിലും നീ മാത്രമേ, ഉയിരിലും ഉണർവിലും നീ മാത്രമേ. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ചേർന്ന് പാടാം എല്ലാരും. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഒന്നുകൂടെ പാടാമോ നമുക്ക് ചേർന്ന്? എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ ഉയിരാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. ഒരു തരി പോലും കുറയില്ല. ആമേ, കർത്താവിനോടുള്ള ആ സ്നേഹം എൻ ഉയിരേക്കാൾ അരികിൽ ആമൻ എന്നും എന്നും കൂടെ വേണമപ്പാ. യേശുപ്പച്ച, അങ്ങയുടെ വലിയ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ഇമ പോലും അണയാതെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളുടെ റിജോയ്സ് മിനിസ്ട്രീസിലെ സകല ദൈവ ജനത്തെയും അപ്പച്ചാ, വ്യക്തിപരമായി, കുടുംബപരമായി, കർത്താവ് സഭാപരമായി, കർത്താവ് എല്ലാ നിലയിലും തന്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ ഇടയാകണമെന്ന് യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരം തന്റെ മക്കളോട് കൂടെ ഇരിക്കണമേ. ഇത് രാത്രിയിൽ ദൈവിക സന്ദേശം ഞങ്ങളോട് പങ്കുവെക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി എല്ലാരും ഹല്ലേലൂയ. ഒത്തിരി സന്തോഷമുണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഒരു വലിയ ആമേൻ ഒരു അവസരമായി ഞാൻ കരുതുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവത്തിനായി ആമേൻ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം. ദൈവവേലയിൽ നിങ്ങൾ വർദ്ധിച്ചു വരുന്നല്ലോ. ദൈവം ഞങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും സഹായിക്കും ചെയ്യട്ടെ. ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഒരിക്കൽ കൂടെ ആമേൻ വായിച്ച ആ സിസ്റ്റർ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? സ്തോത്രം. നിന്നു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. അപ്പോസ്തലനായ പൗലോസിനോട് ദൈവ തമ്പുരാൻ രാത്രിയിൽ ദർശനത്തിൽ സംസാരിക്കുകയാണ്. നീ ധൈര്യമായിരിക്കുക, നീ ഭയപ്പെടരുത്. ആമേൻ. യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഭയങ്കര ഉറപ്പുള്ള ആമേൻ ഒരു ദൈവ ശബ്ദമാണ് പൗലോസ് കേൾക്കുവാനായിട്ടിടയായത്. പൗലോസിനോട് ദൈവത്തിന് സംസാരിക്കുവാൻ 5 വിധ മാധ്യമങ്ങളിലൂടെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. 5 വിധ മാധ്യമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവം ദർശനത്തിലൂടെ സംസാരിച്ചു. നമ്മൾ വായിച്ച വാക്യം അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം 11-ാമത്തെ വാക്യം. ദൈവം ദർശനത്തിലൂടെ ദൈവം സംസാരിച്ചു. 2, ദൈവം ഒരു അശരീരിയായി ദൈവം സംസാരിച്ചു. സംസാരിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു അശരീരിയായി ദൈവം സംസാരിച്ചിട്ടുണ്ട്. അടുത്തൊരു മാർഗമാണ് ദൈവം ദൂതൻ മുഖാന്തരം ദൈവം സംസാരിച്ചിട്ടുണ്ട്.
അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം ദൂതൻ മുഖാന്തരം ദൈവം സംസാരിച്ചിട്ടുണ്ട്. അടുത്ത 4-ാമത് ദൈവം സംസാരിച്ചത് പ്രവാചകന്മാർ മുഖാന്തരമാണ്. ദൂതൻ മുഖാന്തരം സംസാരിച്ചത് അപ്പോസ്തല പ്രവൃത്തി 27-23, ആമേൻ, ഭയപ്പെടരുത്, കൈസരിയുടെ മുമ്പാകെ നീ നിൽക്കേണ്ടവനാകുന്നുവെന്ന് ദൂതൻ മുഖാന്തരം ദൈവം സംസാരിച്ചു. അടുത്തത് 4-ാമത് പ്രവാചകന്മാർ മുഖാന്തരം ദൈവം സംസാരിച്ചു. പ്രവാചകനായ അഗബോസിലൂടെ ദൈവത്തമ്പുരാൻ ഇടപെട്ടിട്ടുണ്ട്. 5-ാമത് ഇതൊന്നും ആമേൻ അല്ല, ദർശനത്തിലൂടെയോ അശരീരിയിലൂടെയോ ദൂതന്മാരോ പ്രവാചകന്മാരോ അല്ല, നേരിട്ട് ദൈവം ഇറങ്ങി സംസാരിച്ചു. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ അവൻ മരണഭയത്തിലായിരിക്കുന്ന പൗലോസിനോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 5 വിധത്തിൽ ദൈവം ആമേൻ സംസാരിച്ചു എന്നുള്ളതാണ്. ആമേൻ പൗലോസിനോട് ദൈവം സംസാരിച്ചു. 1, ദൈവം ദർശനത്തിലൂടെ സംസാരിച്ചു. 2, ആമേൻ ദൈവം അശരീരിയായി സംസാരിച്ചിട്ടുണ്ട്. 3, ദൂതന്മാർ മുഖാന്തരം സംസാരിച്ചിട്ടുണ്ട്. 4, പ്രവാചകന്മാർ മുഖാന്തരം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം നേരിട്ടിറങ്ങി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഈ ആമേൻ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന സകല ദൈവജനത്തോടും പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ദൈവം ഏതുവിധ മാർഗത്തിലൂടെയും ദൈവം നിന്നോട് ഇടപെടും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. അക്കരം ഉയർത്തി ഒന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവം ഏതു വിധത്തിലൂടെ ആയാലും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടുമെന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. ചില സന്ദർഭങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ഇടപെട്ടിട്ടില്ലേ? ചില സന്ദർഭങ്ങളിൽ ദൂതനിറങ്ങി നമ്മോട് സംസാരിച്ചിട്ടില്ലേ? ചില സമയങ്ങളിൽ ദർശനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചിട്ടില്ലേ? ദൈവം ചില സമയങ്ങളിൽ അശരീരിയായി ദൈവം സംസാരിച്ചിട്ടില്ലേ? ദൈവം ചില സന്ദർഭങ്ങളിൽ നേരിട്ട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞേ. എല്ലാവരും അക്കരമുയർത്തി ആമേൻ പറഞ്ഞേ. രക്തത്താൽ ജയം. സ്തോത്രം. ഇനി ശ്രദ്ധിക്കുക, അപ്പോസ്തലനായ പൗലോസ് അവൻ ഇവിടെ നമ്മൾ വായിച്ച വാക്യം, കുറിവാക്യം ഇതാണ്: രാത്രിയിൽ ദർശനത്തിൽ കർത്താവ് പൗലോസിനോട് സംസാരിച്ചു. ദർശനത്തിലൂടെയാണ് ദൈവം ഇവിടെ സംസാരിക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ വരുവാൻ പോകുകയാണ്. രാത്രിയിൽ ദൈവം ദർശനത്തിലൂടെ സംസാരിച്ചു. ദർശനം ആമേൻ ദൈവം ഇടപെടും. ദർശനത്തിലൂടെ ഒത്തിരി മേഖലകളിലൂടെ പൗലോസിനോട് ദൈവം ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ സുവിശേഷ സംബന്ധമായിട്ട് സുവിശേഷ പ്രവർത്തനങ്ങളിൽ 4 വിധ ദർശനങ്ങൾ പൗലോസിനെ ദൈവം കൊടുത്തിട്ടുണ്ട്. 1-ാമത്തെ ദർശനം എന്ന് പറയുന്നത് ആമേൻ ഇതാ ജാതികളുടെ അടുക്കൽ പോകാനുള്ള ദർശനം. നമുക്ക് വേദപുസ്തകം എടുക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ, 21 വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 22 വേഴ്സ് 17, 18, 21. പിന്നെ ഞാൻ യെരൂശലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നേരം ഒരു വിവശതയിൽ ആയി അവനെ കണ്ടു. നീ ബന്ധപ്പെട്ട് വേഗം യെരൂശലേം വിട്ടു പോകുക, നീ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു. അടുത്ത വാക്യം: കർത്താവേ, നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടിപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്തെഫാനോസിന്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവൻ എന്നോട്, നീ പോകുക, ഞാൻ നിന്നെ ദൂരത്ത് ജാതിയുടെ അടുക്കലേക്ക് അയക്കുമെന്ന് കൽപ്പിച്ചു. രാത്രിയിൽ ദർശനത്തിൽ ദൈവ തമ്പുരാൻ ഇതാ പൗലോസിനോട് ഇടപെടുകയാണ്. നീ ജാതികളുടെ അടുക്കലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ജാതികളുടെ അടുക്കലേക്ക് പോകാൻ പറഞ്ഞത്? യെരൂശലേംകാർ ആമേൻ പൗലോസിനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. കൈക്കൊള്ളാത്ത കാര്യം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ അനേക ആമേൻ സ്ത്രീകളെ, കുട്ടികളെ എന്ത് ചെയ്തു? ഉപദ്രവിച്ചു. സത്യദൈവത്തെ ആരാധിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്തു? ആമേൻ പീഡിപ്പിക്കുവാനിട്ടിടയായി തീർന്നു, വേദനിപ്പിക്കാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യെരൂശലേംകാർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇദ്ദേഹം വീണ്ടും ഞങ്ങൾ ഉപദ്രവിക്കാൻ വരികയാണോ, അതോ തന്ത്രം പ്രയോഗിച്ചു വരികയാണെന്നുള്ള ഒരു ചിന്താഗതി ഇവർക്ക് ഉണ്ടായി. അതുകൊണ്ട് അവർ പൗലോസിനെ കൈക്കൊണ്ടില്ല. വല്ല മനസ്സിലാകുന്നുണ്ട്? എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ
പറ്റത്തില്ല. ആ നിലയിലാണ് പൗലോസ് കഴിഞ്ഞ നാളുകളിൽ ദൈവജനത്തിനെതിരെ പ്രവർത്തിച്ചത്. അദ്ദേഹം ഒറ്റ നിമിഷം കൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ വന്നെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ആമേൻ 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 അല്ലെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറാം. ആമേൻ ആമേൻ ആമേൻ. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു, ഇല്ലെങ്കിൽ വിടുതൽ പ്രാപിച്ചു, പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറാം. ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമായി വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ എന്റെ കർത്താവ് ചെയ്യാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. രക്തത്താൽ ജയം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. ആമേൻ. പത്രോസിന് വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിന്റെ വിടുതൽ അവൻ വന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ രോധ ഒഴികെ ബാക്കി ആരും വിശ്വസിച്ചില്ല. ബാക്കി ഒരെണ്ണം പോലും വിശ്വസിച്ചില്ല. കാരണം ആമേൻ അവർ പ്രാർത്ഥിച്ചതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഹെരോദ രാജാവിന്റെ പദവിയും ആ അധികാരവും ആമേൻ, അത് മാത്രമല്ല യാക്കോബിനെ വാളുകൊണ്ട് കൊന്നും ഇപ്പോൾ ഇതാ പത്രോസിനെ തടവിലാക്കിയിരിക്കുന്നു. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വസിക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ആമേൻ കണക്കൂട്ടലുകൾ ആമേൻ ക്രമീകരിച്ചുകൊണ്ട് ഒരു വിടുതൽ കാണത്തില്ല. പക്ഷെ എങ്കിലും നമുക്ക് പ്രാർത്ഥിച്ചേക്കാം. പക്ഷെ പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടി വന്ന് വാതിൽക്കൽ മുട്ടിയിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ ചിലരോട് ഞാൻ പ്രവചിച്ചു പറയാം. ആമേൻ. നിന്റെ കണക്കൂട്ടലുകൾക്ക് അപ്പുറമായി വിശ്വസിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ചില ദൈവ പ്രവർത്തികൾ നിന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുവാൻ സമയമായിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ തട്ടിയൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ആമേൻ നമ്മുടെ മേൽ ദൈവതമ്പുരാൻ പകരാൻ പോകുകയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത ചില ദൈവപ്രവർത്തികൾ അങ്ങനെ നശിപ്പിക്കാൻ പറ്റത്തില്ലെന്നേ, അങ്ങനെ ഇല്ലാതെയാക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആമേൻ 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 ഒരിക്കലും തകർക്കാൻ ആമേൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. ആമേൻ ആമേൻ ആമേൻ. വിശ്വസിക്കുന്നവർ മാത്രം ചേർന്നാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പക്ഷേ അവർ വിശ്വസിച്ചില്ലെങ്കിലും പിന്നത്തേല് ദൈവം അവർ കൈക്കൊള്ളാത്തത് കൊണ്ട് പൗലോസിനെ ജാതികളുടെ അടുക്കിലേക്ക് അയച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പിൽക്കാലത്ത് ജാതികളുടെ അടുക്കിലേക്ക് ആമേൻ അവൻ അറിയപ്പെട്ടു. ജാതികളുടെ അപ്പോസ്തലനായി അറിയപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 9:15, 29 വാക്യം, 30 വാക്യം, റോമാലേഖനം 11:13, ഗലാത്യ ലേഖനം 1:16, ആമേ 2:2, 7 വാക്യം, എഫെസ്യർക്കെഴുതിയ ലേഖനം 3:8. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചാൽ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അവൻ ജാതികളുടെ അടുക്കലേക്ക് ആമേൻ കർത്താവിന്റെ വചനവുമായി എത്തി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആമേൻ. എന്നാൽ പിന്നത്തേതില് ആമേൻ യെരൂശലേമിലേക്ക് തിരികെ വന്നിട്ടുണ്ട്. അവിടെ വീണ്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ദൂതുകൂടെ പറയാം. ഹല്ലേലൂയ. നിന്നെ ഇന്ന് കൈക്കൊള്ളാത്തവർ നാളെ സ്വീകരിക്കാൻ പോകുകയാണ്. ഇബ്താഹേ, നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ നിന്റെ കുടുംബ ബന്ധങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞെങ്കിലും അടുത്ത നാളുകൾ നിന്നെ ക്ഷണിച്ചു വരുത്താനായിട്ട് പോകുകയാണ്. മോസസേ, നിന്നെ ഞങ്ങൾക്ക് ന്യായകർത്താവാക്കി വച്ചത് ആരെന്ന് ആമ ചോദിച്ചുകൊണ്ട് നിന്നെ തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ തന്നെ ഇതാ മോസസിനെ നാമെ നിന്നെ ന്യായകർത്താവാക്കി ഞാൻ വച്ചിരിക്കുന്നു. നീ പോയി അവരെ രക്ഷിക്ക എന്ന് പറയാൻ ഇടയായതുപോലെ മർക്കോസേ, നിന്നെ തള്ളിക്കളഞ്ഞ ആ പൗലോസിന്റെ അടുക്കൽ തന്നെ പൗലോസ് പറയോ അവർ ഉപയോഗമുള്ളവനായി മാറി എന്ന് അവർക്ക് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ചിലരോട് ഇടപെടുകയാണ്. തള്ളിക്കളഞ്ഞ ചിലതിനെ മാറ്റിക്കളഞ്ഞ ചിലതിനെ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേനാമേ. ചില കമ്പനിയിൽ നിന്ന് മാറ്റിയ ചില വ്യക്തികളെ വീണ്ടും ആ കമ്പനി സ്വീകരിക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. ആ യേശുവിന്റെ നാമത്തിൽ ചില കുടുംബക്കാർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ തള്ളിക്കളഞ്ഞ നിന്നെ അവർ അടുക്കലേക്ക് അയച്ചുകൊണ്ട് അവർ ആവശ്യപ്പെടുന്ന നിലയിലേക്ക് ദൈവതമ്പുരാൻ ചില മാറ്റങ്ങൾ വരുത്തുവാൻ പോകുകയാണ്. ആ അല്പസമയങ്ങൾ ആ കരങ്ങളെ തട്ടിയെന്ന് ദൈവത്തെ സ്തുതിച്ച് അസാധാരണമായ ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടുകയാണ്. ദൈവകൃപ വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുകയാണ്. സ്തോത്രം 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 സ്തോത്രം.
ആമേൻ അങ്ങനെ ജാതികൾ അടുക്കലേക്ക് അവൻ പോകുവാനുള്ള ദർശനം പൗലോസ് പ്രാപിച്ചു. രണ്ടാമത്തെ ദർശനം ഞാൻ പറയാം, കൊരിന്തിൽ പ്രസംഗിക്കുവാനുള്ള ദർശനമാണ്. കൊരിന്തിൽ പ്രസംഗിക്കാനുള്ള ദർശനമാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള ആക്ട്സ് ചാപ്റ്റർ 18 വേഴ്സ് 9 to 11. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ കൊരിന്ത പട്ടണത്തിൽ പ്രസംഗിച്ച് 1.5 വർഷം എടുക്കേണ്ടി വന്നു കൊരിന്തിൽ പട്ടണത്തിൽ പ്രസംഗിച്ച് സഭ സ്ഥാപിക്കുവാൻ വേണ്ടി. എന്നാൽ തെസ്സലോനിക്ക പട്ടണത്തിൽ അവിടെ സഭ സ്ഥാപിച്ചത് വെറും 2 ആഴ്ച മാത്രമേ എടുത്തുള്ളൂ. 2 ആഴ്ച കൊണ്ട് അവിടെ സഭ സ്ഥാപിച്ചു. എന്നാൽ കൊരിന്ത് പട്ടണത്തിൽ അവൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ 1.5 വർഷം എടുത്തു അവിടെ സഭ സ്ഥാപിക്കാൻ വേണ്ടി. അവൻ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, തെസ്സലോനിക്ക പട്ടണത്തിൽ എളുപ്പമായിരുന്നു സഭ സ്ഥാപിക്കാൻ. പക്ഷെ ഇവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ പോലും അവിടെ സഭ സ്ഥാപിച്ചെന്നുള്ളതാണ്. ഞാനൊരു കാര്യം വ്യക്തമായി പറയാം, ആമേൻ, ചില വിഷയങ്ങൾ എളുപ്പമാകും, ചില വിഷയങ്ങൾ പെട്ടെന്ന് മറുപടി ലഭിക്കും, ചില വിഷയങ്ങൾ താമസിക്കും. പക്ഷേ ചില വിഷയങ്ങൾ താമസിച്ചാലും നീ ദൈവസന്നിധി പ്രാർത്ഥിച്ച വിഷയമാണോ, ആമേൻ, ഉറപ്പായിട്ട് അതിന് മറുപടി ഉണ്ടാകും. യെസ്, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ഉറപ്പായിട്ടൊരു മറുപടി. ആമേൻ, ആമേൻ. രാജൻ ബ്രദറിനോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ആമേൻ. താമസിക്കുന്ന വിഷയം ലഭിക്കത്തില്ലെന്നുള്ളതല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു, ആ വിഷയം ചലിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്, അത് ഇടപെടാൻ തുടങ്ങിയിരിക്കുകയാണ്, ദൈവ മഹത്വം അതിനകത്ത് വെളിപ്പെടാൻ തുടങ്ങിയിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 3 കാര്യങ്ങൾ കൊരിന്ത് പ്രസംഗിക്കാനുള്ള ദർശനത്തോടുള്ള ബന്ധത്തിൽ 3 കാര്യം പറയുന്നു. 1, ഭയപ്പെടാതെ പ്രസംഗിക്കുക. എന്തുകൊണ്ടാണ് ഭയപ്പെടരുതെന്ന് പൗലോസിനോട് പറയാനുള്ള കാരണം? ഭയപ്പെടുന്ന നിലയിലുള്ള അന്തരീക്ഷങ്ങൾ ഉണ്ടോ? ഉണ്ട്. അവിടെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അവൻ വാഴുന്ന ചില പൈശാചിക ശക്തികൾ, പാപത്തിന്റെ ആസക്തികൾ അവിടെ വല്ലാതെ അവിടെ അലയുന്ന അനുഭവങ്ങളുണ്ട്. അവൻ ഭയപ്പെടുന്ന അന്തരീക്ഷങ്ങൾ പലതും വന്നു. പക്ഷേ കർത്താവ് പറയുകയാണ്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കണം. ഭയപ്പെടരുത്. ശക്തമായി നിന്റെ അധരങ്ങളെ തുറന്ന് ആമേൻ ഉച്ചരിക്കുന്ന വാക്കുകൾ അത് അധികാരത്തിന്റെ വാക്കുകളായിരിക്കും. നീ പറയുന്നത് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ നിന്റെ നാവിലൂടെ പറയുന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ അത് ചിലതിനെ മാറ്റിമറിക്കും. ചിലതിന്റെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങും. സ്തോത്രം. 1, ഭയപ്പെടാതെ എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. 2, സ്തോത്രം. ആവശ്യകത അവിടെ പറയുന്നുണ്ട്. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ട്. ഞാൻ പറയാം, ദോഹ മണ്ണിൽ, ആമേൻ, ആ ദോഹ രാജ്യത്ത്, ഖത്തറിൽ, ആമേൻ, അനേക ജനമുണ്ട്. ഇവിടെ വ്യക്തമായി പറയുന്ന ഒന്നും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവിന് വളരെ ജനമുണ്ട്. സ്തോത്ര. പിതാവ് ആകർഷിക്കാതെ ആരും പുത്രന്റെ അടുക്കലേക്ക് വരികയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇത്രയും ജനമല്ല, ഹല്ലേലൂയ, അനേകർ ഈ റിജോയ്സ് മിനിസ്ട്രീസിൽ വന്ന് പ്രാർത്ഥിച്ച് വിടുതൽ ഏറ്റെടുത്തു പോയ അനേകരുണ്ട്. പക്ഷേ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ ഇന്നും ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നത്. വീണ്ടും സമുദായത്തിലേക്കും പഴയ ആചാരങ്ങളിലേക്കും പഴയ അനുഷ്ഠാനങ്ങളിലേക്കും പോയപ്പോൾ ഇന്നും ദൈവകൃപയോടുകൂടെ വിട്ടതാ എന്നുള്ള നിലയിൽ വിശ്വാസത്തിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ തന്നെ അടുത്തൊരു ദൂത് റിജോയ്സ് മിനിസ്ട്രിയോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ആ രാജ്യത്ത് ദൈവത്തിനുള്ള ആളുകളുണ്ട്, ദൈവത്തിന് ആവശ്യമുള്ള ആളുകളുണ്ട്. അത് ഈ ദിവസങ്ങളില് യേശുവിന്റെ നാമത്തിൽ കുടുംബമായി കൂട്ടമായി റിജോയ്സ് മിനിസ്ട്രീസിലേക്ക് ചേരാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ.
സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ആമേൻ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വളരെ ജനമുണ്ടെന്നാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മൂന്നാമത് ഉറപ്പ് നൽകുകയാണ്. ആമേൻ, എന്താണ് ഉറപ്പ്? ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. സ്തോത്രം. ആമേൻ, ഇതുപോലൊരു ഉറപ്പ് തരുന്ന ആമേൻ ഒരു ദൈവം വേറെ ഇല്ല കേട്ടോ. ആമേൻ, നിന്നെ ആ പട്ടണത്തിൽ ദൈവം നിലനിർത്തിയിരിക്കുകയാണ്. ആ രാജ്യം വിട്ട് പോകാൻ വേണ്ടി പലപ്പോഴും ശത്രു വെല്ലുവിളിച്ചിട്ടുണ്ട്, മാനുഷിക ശക്തികൾ എതിർത്തിട്ടുണ്ട്. സ്തോത്രം. നീ ആയിരിക്കുന്ന കമ്പനിയിൽ തന്നെ നിന്നെ ഓടിച്ചു കളയാൻ നോക്കിയിട്ടുണ്ട്, നീ ആയിരിക്കുന്ന രാജ്യത്തു നിന്ന് നിന്നെ ഓടിച്ചു കളയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നിന്നെ ആരും കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്താൻ ദൈവം അനുവദിക്കത്തില്ല. എന്റെ സഹോദരി, ആരും ദോഷം ചെയ്ത് കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുവാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം ദൈവത്തിന് നിന്നെ പ്രയോജനമുണ്ട്. ആ പട്ടണത്തിൽ ചിലതിനെ ഇളക്കാനുണ്ട്, ആ രാജ്യത്തിൽ ചിലതിനെ യേശുവിലേക്ക് കൊണ്ടുവരാനായിട്ടുണ്ട്. ഊടാമാന ശബ്ദരാധന. അതുകൊണ്ട് ആ ജോലിയും നിന്നെ ഉറപ്പിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആവശ്യമാണ്. നിന്നെ ആ രാജ്യത്ത് നിലനിർത്തണമെന്ന് ദൈവത്തിന് ആവശ്യമാണ്. ഓ, യേശുവിന്റെ നാമത്തിൽ ചിലരോട് ആമേൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആ രാജ്യത്ത് നീ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രയോജനപ്പെടാൻ കഴിയുകയുള്ളൂ. ആയതിനാൽ എത്ര പേർ സ്തോത്രം ചെയ്യാൻ കഴിയും? എന്നെ ദൈവം ആ രാജ്യത്ത് നിർത്തിയിരിക്കുകയാണ്. എത്രയോ നാളുകൾ ജോലിയില്ലാതെ ആയിരുന്നപ്പോഴും, എത്രയോ വരുമാന മാർഗങ്ങൾ അടഞ്ഞപ്പോഴും, എത്രയോ രോഗങ്ങൾ ക്ലേശങ്ങൾ ജീവിതത്തിൽ വന്നപ്പോഴും അവിടെ എന്റെ ദൈവമാണ് നിന്നെ നിർത്തിയത് കേട്ടോ. എന്റെ ദൈവമാണ് നിർത്തിയത്. ആ ദൈവ തമ്പുരാന് നിന്നെ ആവശ്യമുണ്ട്. ആ ദേശത്ത് ഒരു വലിയ മഹത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ സ്തോത്രം ചെയ്യാമോ? സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ ആലോചനകളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അസാധാരണമായ ഒരു ദൈവിക കൃപ ഈ ദിവസങ്ങളിൽ സഭയുടെ അകത്തളങ്ങളിൽ, ആ കൂട്ടായ്മയിൽ, ആ ഫെലോഷിപ്പിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ദൈവിക കരം ഈ ദിവസങ്ങളിൽ ചലിക്കാൻ പോവുകയാണ്. ചഞ്ചലിക്കുന്ന ഹൃദയവുമായി ആയിരിക്കുന്ന ദൈവമൈതലേ, ഇന്ന് പകൽ നീ ചഞ്ചലിക്കേണ്ട, ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നും നഷ്ടമാകുകയില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ആമേൻ പാട്ടിന്റെ വരികൾ ഞാൻ പാടാൻ ആഗ്രഹിക്കുകയാണ്. എന്നോട് ചേർന്ന് പാടുക. ആരുമില്ല ഏകനാകുമ്പോ, മരണനിഴലിൻ ഭീതിയേറുമ്പോ, ആരുമില്ല ഏകനാകുമ്പോ, മരണനിഴലിൽ ഭീതിയേറുമ്പോ, അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തെ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. അടുത്ത മൂന്നാമത്തെ ദർശനം മക്കദോനിയയിലേക്കുള്ള ദർശനമാണ്. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 9 to 10. ഈ ഭാഗങ്ങൾ നമുക്ക് റീഡ് ചെയ്യാം. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മെക്കദോനിക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മെക്കദോനിക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് മതി. സ്തോത്രം. ഈ ആമേൻ മക്കദോനിയിലേക്ക് പോകുവാനുള്ള ഒരു ദർശനമാണ് കാണുവാനായിട്ട് കഴിഞ്ഞത്. സ്തോത്രം, സ്തോത്രം. പലയിടത്തും ദൈവാത്മാവ് വിലക്കിയതായിട്ട് ആ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മക്കദോനിയെ രക്ഷിക്കണമെന്നുള്ള ദൈവത്തിന്റെ പദ്ധതി ആമേൻ
പൗലോസിനോട് ദൈവം ഇടപെടാനിടയായി. ഈ ദർശനത്തിലൂടെയാണ് യൂറോപ്പിലേക്ക് സുവിശേഷം വ്യാപിക്കുവാനായിട്ട് ഇടയായത്. അവിടെ വച്ച് കഷ്ടവും അപമാനവും സഹിക്കേണ്ടി വന്നു എങ്കിലും ലുദിയ കുടുംബം രക്ഷിക്കപ്പെട്ടത് ഈ മക്കതോനിയ ദർശനത്തിലൂടെയാണ്. വെളിച്ചപ്പാടത്തെ സ്ത്രീ യേശുവിനെ അറിഞ്ഞത് ഈ മക്കതോനിയയിലുള്ള ദർശനത്തിലൂടെയാണ്. കാരാഗ്രഹ പ്രമാണി അഥവാ ജയിൽ സൂപ്രണ്ടും കുടുംബവുമായി യേശുവിനെ അറിഞ്ഞതും സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതും സ്നാനപ്പെട്ടതും ഈ മക്കതോനിയയിലൂടെയുള്ള ദർശനത്തിലൂടെയാണ്. ഒന്നുകൂടെ പറയാം, ഫിലിപ്പിയ സഭ സ്ഥാപിക്കപ്പെട്ടത് ഈ മക്കതോനിയ ദർശനത്തിലൂടെയാണ്. ഒരു ദർശനം മതി ഒരു വ്യക്തിയെ രക്ഷിക്കുവാൻ, ഒരു ദർശനം മതി ഒരു കുടുംബത്തെ രക്ഷിക്കുവാൻ, ഒരു ദർശനം മതി ഒരു പട്ടണത്തെ രക്ഷിക്കുവാൻ, ഒരു ദർശനം മതി ഒരു രാജ്യത്തെ രക്ഷിക്കുവാൻ, ഒരു ദർശനം മതി ഒരു ഭൂഖണ്ഡത്തെ മുഴുവനും മാറ്റിമറിക്കാൻ. യേശുവിന്റെ നാമത്തിൽ ഈ മക്കതോനിയ ദർശനത്തിലൂടെയാണ് ഒരു ഭൂഖണ്ഡം മുഴുവനും മാറ്റിമറിച്ചത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവിക ദർശനം കാണുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുകയാണ്. ആ ദർശനങ്ങൾ സംഭവിക്കാൻ പോകുകയാണ്. ദൈവം നിനക്ക് തന്ന ദർശനങ്ങൾ അത് സഫലമാകാൻ പോകുകയാണ്. അത് സബലീകരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ മനസ്സം അടുത്തിരിക്കുന്ന വ്യക്തി ജീവിതമേ, ദൈവതമ്പുരാൻ അത് സബലീകരിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇനി നാലാമത്തെ ദർശനത്തിലേക്ക് വരാം. അതാണ് നമ്മൾ കുറിവാക്യത്തിലേക്ക് നമ്മൾ നീങ്ങുവാനായിട്ട് പോകുന്നത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദർശനം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 23-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്നു, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്തു. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രയാസകരമായ അനുഭവത്തിൽ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ് ഈ വ്യക്തമായ ഒരു ദൂത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദർശനം കർത്താവ് കാണിച്ചു കൊടുക്കുന്നത്. രാത്രി ദർശനത്തിൽ നീ യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു. ഇനി അല്പസമയങ്ങൾ വളരെ ശാന്തമായി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൗലോസ് റോമിൽ പോകാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പൗലോസ് റോമിൽ സഭ സ്ഥാപിച്ചത് ബെന്തക്കോസ്ത് നാളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ദൈവജനം, യെരൂശലേം പള്ളിയിൽ ഉത്സവത്തിനായിട്ട് വന്ന ജനം, പെരുന്നാളിന് വന്ന ജനം, പത്രോസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് 3000 പേര് എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിലേക്ക് വന്നു. ആ സമയത്ത് റോമിലുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ചില വ്യക്തികൾ തിരിച്ചു പോയതിനു ശേഷം ആ വ്യക്തികളാണ് അവിടെ സഭ സ്ഥാപിക്കുവാനായിട്ടിടയായത്. പൗലോസ് അവിടെ പോയിട്ടില്ല. പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതിയിട്ടുണ്ട്. ആ റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ റോമാലേഖനം 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, അതുപോലെ തന്നെ റോമാലേഖനം 15-ന്റെ 23-ഉം 24-ഉം വാക്യങ്ങൾ, റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15, റോമൻസ് 15 ചാപ്റ്റർ 15 വേഴ്സ് 23-24, ഈ വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പൗലോസിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ. റോമിലേക്ക് പോകാൻ പൗലോസിന് വളരെ ആഗ്രഹമായിരുന്നു. ആഗ്രഹമില്ലാത്തവരാരുമില്ല. ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ എൻ്റെ ദൈവം സാധിപ്പിക്കും. ആഗ്രഹങ്ങളുള്ളവരെല്ലാം ഒന്ന് കര ഉയർത്തിക്കേ, ഒന്ന് കാണട്ടെ നിങ്ങൾ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. കുറച്ചു പേർക്ക് ആഗ്രഹമുള്ളെന്ന് തോന്നുന്നു. ആമേൻ. ആഗ്രഹമുള്ളവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കാട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഇനിയും റോമിൽ പോയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തിക്കുക. റോമിൽ പോയിട്ടുള്ളവർ ചിലരൊക്കെ ഉണ്ടല്ലോ റോമിൽ പോയത്. ഭാഗ്യം ചെന്നവരാ. സ്തോത്രം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ റോമിൽ പോയിട്ടുണ്ട്. സ്തോത്രം. അവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഇവിടെ പൗലോസ് റോമിൽ പോകുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ആ വാക്യം എടുത്തവരൊന്ന് വായിക്കാമോ? ആമേൻ. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിക്കുവാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ സഭയോട് പറയുകയാണ്. അടുത്തത് ചാപ്റ്റർ 15
verse 23, 24. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായികയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകുകൊണ്ടും ഞാൻ സ്പാനിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. മതി. ഞാൻ ഒത്തിരി നാളുകൾ കൊണ്ട്, ഒത്തിരി വർഷങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാണ്? സംവത്സരമായി ഞാൻ വാഞ്ചിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 19 അധ്യായം അതിന്റെ 21 വാക്യവും നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആക്ട്സ് ചാപ്റ്റർ 19 വേഴ്സ് 21, 22, 23 വേഴ്സുകൾ നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, ഇത് കഴിഞ്ഞിട്ട് പൗലോസ് മക്കദോനിയയിലും അഖായയിലും കൂടി കടന്ന് യെരുശലേമിലേക്ക് പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്ന് പറഞ്ഞു. തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരിൽ തിമത്തിയോസ്, എരിസ്തോസ് എന്ന 2 പേരെ മക്കദോനിയയിൽ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവിടെ ചെന്ന റോമയും കൂടെ എന്ത് ചെയ്യണം? കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ആഗ്രഹം നല്ലതാണ്. ആഗ്രഹം സാധിപ്പിച്ചിരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, ആലോചന ദൈവം നമുക്ക് നൽകിത്തരും. ആഗ്രഹം ഉണ്ടോ? ദൈവം ആലോചന നൽകിത്തരും. സ്തോത്രം. ഈ ആഗ്രഹിച്ച പൗലോസിനെ ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്തോത്രം, പൗലോസിനോട് ദൈവം പറ. അപ്പൊ കാരാഗ്രഹത്തിൽ കിടന്ന് അവിടെ വെച്ച് ഒത്തിരി പ്രയാസഘട്ടങ്ങളിലൂടെയാണ് പൗലോസ് കടന്നു പോകുന്നത്. പക്ഷേ പൗലോസിനോട് ദൈവം ഇടപെട്ടു. നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും സാക്ഷീകരിക്കപ്പെടും. ആമേൻ. പൗലോസ് ഒരു കാലത്ത് ആഗ്രഹിച്ചതാ, പക്ഷെ ആഗ്രഹം സഫലമാകുമോ എന്ന് ഭാരപ്പെടുകയുണ്ടായി. പക്ഷെ ദൈവതമ്പുരാൻ പറഞ്ഞു, നീ യെരുശലേമിൽ എന്നെ കുറിച്ച് പ്രസംഗിച്ചതുപോലെ, എന്റെ സാക്ഷിയായി നിന്നതുപോലെ നീ റോമിലും സാക്ഷിയായി നിൽക്കും എന്ന് പറഞ്ഞാൽ, ആഗ്രഹിച്ചവന്റെ മേല്, ആഗ്രഹിച്ചവന്റെ തലമേലൊരു വാഗ്ദത്തം കൊടുത്തു. കേൾക്കുന്നുണ്ടോ? ഒരു വാഗ്ദത്തം ഇട്ടു. എന്താ വാഗ്ദത്തം? നീ യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും നീ സാക്ഷീകരിക്കും. പക്ഷേ 3 മേഖലകൾ ഹല്ലേലൂയ തടസ്സമായി മാറി. 3 മേഖല ഞാൻ പറയാൻ പോകാം. ആമേൻ. ആ വാഗ്ദത്തം നടക്കാതിരിക്കാൻ, ആമേൻ, ആഗ്രഹിച്ചത് സംഭവിക്കാതിരിക്കാൻ, ഹല്ലേലൂയ, നിറവേറാതിരിക്കാൻ 3 മേഖലകൾ തടസ്സമായി മാറി. ഒന്നാമത്തെ മേഖല, സ്തോത്രം, ആ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തന്നെ 23 അധ്യായത്തിൽ 40 പേര് ഒരുമിച്ച് ചേർന്ന് പൗലോസിനെ കൊല്ലാതെ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്യുകയില്ലെന്നുള്ള ദൃഢപ്രതിജ്ഞത എടുത്തെന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭയങ്കര ശപഥം ചെയ്തു, പൗലോസിനെ കൊല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? വെള്ളം കുടിക്കത്തില്ല, ആഹാരം കഴിക്കത്തില്ല. യേശുക്രിസ്തുവിന്റെ നാമത്താൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. സ്തോത്രം. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ. അവിടെ ദൈവതമ്പുരാൻ തക്ക സമയത്ത് തന്റെ സഹോദരിയുടെ മകനെ ദൈവം അയച്ച് അവനെ ആ കാരാഗ്രഹത്തുനിന്ന് പുറത്തു കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഈ കാലയളവിൽ സ്തോത്രം, ദൈവം നിനക്കൊരു ആഗ്രഹമുണ്ടോ? അത് വാഗ്ദത്തമായത് വെളിപ്പെട്ടോ? അത് നിറവേറ്റാൻ തടസ്സമായി 40 അല്ല 80,000 ആളുകൾ നിനക്കെതിരെ നിന്ന് മന്ത്രവാദം ചെയ്താലും, ക്ഷുദ്രപ്രയോഗം ചെയ്താലും, ആഭിചാരം ചെയ്താലും, നേർച്ച കാഴ്ചയിട്ടാലും, യേശുവിന്റെ നാമത്തിൽ നിന്നെ കൊല്ലാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആ വാഗ്ദത്തം നിറവേറുന്നത് വരെ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ ദൈവം പൊതിയും. ചില ഭാഗങ്ങളിലേക്ക് ചിലരെ മുഖാന്തരമാക്കി ദൈവം ഒരുക്കും. അത് വിശ്വസിക്കുന്നവർ ചേർന്നാമേൻ പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഇനിയും രണ്ടാമത്തെ ഒരു മേഖല ഞാൻ പറയാം. രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് സ്തോത്രം കപ്പലിൽ ഉണ്ടായ പ്രതികൂലമാണ്. ഇവർ കപ്പൽ കയറി ഇതാ യാത്രയാകുകയാണ്. സ്തോത്രം. 8 വിധ കാര്യങ്ങളാണ് അവിടെ തടസ്സമായി വെളിപ്പെട്ടത് കേട്ടോ. 8 വിധ കാര്യങ്ങൾ. ആമേൻ. കാറ്റുകൾ തന്നെ പല വിധങ്ങളിലുള്ള കാറ്റുകൾ അടിച്ചു. ഒന്നാമത്തെ കാറ്റെന്ന് പറയുന്നത് സ്തോത്രം പ്രതികൂലത്തിന്റെ കാറ്റാണ്. ആമേൻ. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 4
പ്രതികൂലത്തിന്റെ കാറ്റടിച്ചു. നിങ്ങൾ എഴുതിയാൽ മാത്രം മതി, വായിക്കണമെന്നില്ല. രണ്ടാമത്തെ കാറ്റ് എന്ന് പറയുന്നത് സമ്മതിക്കാത്ത കാറ്റാണ്. ആമേൻ. 27 ചാപ്റ്റർ 27 വേഴ്സ് 7. ആമേൻ. 27 അധ്യായം അതിന്റെ 7 വാക്യം. സമ്മതിക്കാത്ത കാറ്റ് കേട്ടോ. ആമേൻ. വീണ്ടും അടുത്ത ഒരു കാറ്റടിച്ചു, ഈശാനമൂലൻ കാറ്റ്. 27:14 ഈശാനമൂലൻ കാറ്റടിച്ചു. സ്തോത്ര സ്തോത്ര. തീർന്നില്ല. 27:20 വാക്യം നോക്കിക്കഴിഞ്ഞാൽ കൊടുങ്കാറ്റടിച്ചു. പ്രതികൂലത്തിന്റെ കാറ്റടിച്ചു 27:4. സമ്മതിക്കാത്ത കാറ്റടിച്ചു 27:7. ഈശാനമൂലം കാറ്റടിച്ചു 27:14. ഇതാ കൊടുങ്കാറ്റടിച്ചു 27:20. രക്തത്താൽ ജയം. സമ്മതിപ്പിക്കത്തില്ല കേട്ടോ. ചിലത് സമ്മതിപ്പിക്കത്തില്ല. ചില കാര്യങ്ങൾ നടക്കാൻ സമ്മതിപ്പിക്കാത്ത ചില കാറ്റുകൾ. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ചിലത് സമ്മതിപ്പിക്കാത്ത ചില ശക്തികൾ, ചില സമ്മതിപ്പിക്കാത്ത ചില വ്യക്തികൾ. ഓ, യേശുവിന്റെ നാമത്തിൽ ഇനി എത്ര കാറ്റുകൾ സമ്മതിപ്പിക്കാത്ത കാറ്റടിച്ചാലും, പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാലും, ഈശാനമൂലം കാറ്റടിച്ചാലും, കൊടുങ്കാറ്റടിച്ചാലും നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് എന്റെ ദൈവം പറഞ്ഞെങ്കിൽ വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ എത്തിച്ചിരിക്കും. നിന്നെയും നിന്റെ കുടുംബത്തെ എത്തിച്ചിരിക്കും. നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസ മേഖലകളിൽ ദൈവതമ്പുരാൻ എത്തിച്ചിരിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാ. അപ്പൊ 4 കാര്യം പറഞ്ഞു. ഇനി 4 കാര്യം കൂടെ ഞാൻ പറയാൻ പോകാം. കപ്പലിലുണ്ടായ പ്രതികൂലങ്ങളാണ്. സ്തോത്ര. യാത്ര മധ്യയെ തടസ്സപ്പെടുത്തിയ ചില ശക്തികളാണ്. 1 പ്രതികൂലത്തിന്റെ കാറ്റ്, 2 സമ്മതിപ്പിക്കാത്ത കാറ്റ്, 3 ഇഷാനമൂലൻ കാറ്റ്, 4 കൊടുങ്കാറ്റ്. ഇനി അടുത്തത് ഞാൻ പറയാം. സ്തോത്രം. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ 5-ാമത്തെ കാര്യം 27:10 വാക്യത്തിൽ നമുക്ക് ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനും കൂടെ ഹാനി വരുമെന്ന് വിറച്ചുപോയി. ഇനി ഒന്നും നടക്കത്തില്ല. പ്രാണനും എന്ത് ചെയ്യും? ഹാനി വരും. 276 പേര് കപ്പലിന്റെ അകത്തുണ്ട്. സ്തോത്രം. പക്ഷേ ഭയപ്പെട്ടു പോയി. പൗലോസ് പറയുകയാണ്, ചരക്കിനും കപ്പലിന് മാത്രമല്ല നമ്മുടെ പ്രാണനും ഹാനി വരെ സാധ്യതയുണ്ട്. വിറച്ചുപോയി എന്നുള്ളതാ. ഇനി 6-ാമത്തെ കാര്യം പറയാം. 6-ാമത്തെ കാര്യം കൈവിട്ട് പാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. 27:15 അപ്പോസ്തല പ്രവൃത്തി 27:15 ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 15. എല്ലാം കയ്യിൽ നിന്ന് പോയാലും സ്തോത്രം എല്ലാം പാറിപ്പോയെന്നാ പറയുന്നത്. എല്ലാം പാറിപ്പോയി. കയ്യിലൊന്നുമില്ല. ഒരു ദൂത് ഞാൻ പറയാം. എല്ലാം കയ്യിൽ നിന്ന് പോയാലും ഒന്ന് നിന്റെ കയ്യിലുണ്ടെങ്കിൽ നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കും. ഏതാ ഒന്ന്? വാഗ്ദത്തമാകുന്ന ഒന്ന്. വാഗ്ദത്തം നിന്റെ കയ്യിലുണ്ടോ? എല്ലാം പാറിപ്പോയാലും, എല്ലാം മാറിപ്പോയാലും, എല്ലാം അസ്തമിച്ചു എന്ന് തോന്നിയാലും അവിടുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കൈവശമുണ്ടോ? അവിടുന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇനി അടുത്തത് 7-ാമത്തെ കാര്യം പറയാം. ആശയറ്റുപോയി. സ്തോത്രം. രക്ഷപ്പെടാനുള്ള ആശയറ്റുപോയി. 27:20 എല്ലാ ആശകളും അറ്റുപോയി. ഇനി ഒരിക്കലും അവിടെ റോമയിൽ എത്താൻ കഴിയത്തില്ലെന്ന് പറഞ്ഞുള്ള ആശയറ്റുപോയി. രക്ഷപ്പെടാനുള്ള ആശ 27:20 വാക്യമാണ്. ഇനി 8-ാമത്തെ കാര്യം പറയാം. 27:17 വാക്യം. പാറിപ്പോയി. സത്യത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ കപ്പലുകൾ ഓടുന്നത് മെഷീനിലല്ലായിരുന്നു. പായുണ്ടായിരുന്നു. പായാണ് അവരെ ഓരോ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. എവിടെയാണോ എത്തേണ്ട ദിശയിലേക്ക് എത്തിക്കുന്നത് ഈ പായാണ്. കാറ്റടിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പോകും. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? പാറിപ്പോയി എന്ന് പറഞ്ഞാൽ തകർന്നു പോയി. ഇനിയും കപ്പൽ ഓടത്തില്ല. ഇനി മുന്നോട്ട് യാത്ര ചെയ്യത്തില്ല. യേശുവിന്റെ നാമത്തിൽ ചില സംവിധാനങ്ങൾ, നിനക്കുണ്ടായ ചില മുഖാന്തരങ്ങൾ, നിനക്കുണ്ടായ വരുമാനങ്ങൾ, നിനക്കുണ്ടായ ജോലി മേഖലകൾ, നിനക്കുണ്ടായിരുന്ന സ്വാധീനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോയാലും നീ ഭയപ്പെടരുത്. എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിച്ചിരിക്കും. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയൊക്കെ ഉണ്ടായി
ഈ അനുഗ്രഹീതമായ വചനങ്ങളിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നത് ആമേൻ ആമേൻ പൗലോസിനോട് ദൈവം ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ, നീ കൈസറിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാകുന്നു. രണ്ടാമത്, നീ റോമയിലും നീ എന്നെ കുറിച്ച് സാക്ഷിയായി നിൽക്കും. എന്റെ പ്രിയമുള്ളവരെ, സ്തോത്രം എല്ലാം തകർന്ന് തരിപ്പണമായി പോയ അനുഭവങ്ങളുടെ നടുവിൽ ആമേൻ ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ, കേൾക്കണേ, എല്ലാവരും കേൾക്കണേ, ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കപ്പലിൽ കപ്പല് വേണമെന്നില്ല, ഒരു പലക പോലും വേണമെന്നില്ല, ഓടുവാൻ പായ് വേണമെന്നില്ല, പങ്കായം വേണമെന്നില്ല, ആഹാരം വേണമെന്നില്ല, വെള്ളം വേണമെന്നില്ല. നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കുമെന്ന് പറഞ്ഞ എന്റെ മഹാദൈവം നിന്നെ നിശ്ചയമായും എത്തിക്കും. ഇതൊരു ദൂതാ കേട്ടോ. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നിന്നോട് തന്നെ ഇടപെടുകയാണ്. എല്ലാ സാഹചര്യങ്ങൾ അസ്തമിച്ചാലും, സൂര്യനെ കാണാൻ കഴിയാതെ ഇരുട്ടുമൂടിയ അനുഭവങ്ങൾ വന്നാലും, വാഗ്ദത്തം നിന്റെ കൈവശമുണ്ടോ സഹോദര? വാഗ്ദത്തം നിന്റെ കൈവശമുണ്ടോ സിസ്റ്ററെ? പരിശുദ്ധാത്മാവ് നിന്നെ എത്തിക്കേണ്ടിടത്ത് ദൈവം എത്തിക്കൂ. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എല്ലാ സാഹചര്യങ്ങളും വഴിയടഞ്ഞാലും അടയാത്തത് എവിടെയാണെന്നുള്ളത് കർത്താവ് മുന്നമേൽ കണ്ടിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും വഴിയടഞ്ഞാലും നിന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആ പാട്ടിന്റെ വരികൾ ഒന്നുകൂടെ പറയാമോ? വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്, യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല സാഹചര്യങ്ങളും വഴിവിട്ടുപോയാലും എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോവുകയാണ്. എനിക്ക് 3 ആൺമക്കളാ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്നു. സ്തോത്രം. എൻ്റെ മൂത്ത മകൻ +2 പഠനം കഴിഞ്ഞതിന് ശേഷം അവൻ മെഡിസിന് പോകാനായിട്ട് അവൻ ആഗ്രഹിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഇവിടെ നീറ്റ് എഴുതി കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് ചിന്തിച്ചു. സ്തോത്രം. പക്ഷേ ഇവിടെ നീറ്റ് എഴുതി കാര്യങ്ങൾ അതിൻ്റെ ക്രമീകരണങ്ങളിലേക്ക് ആകുവാൻ കഴിഞ്ഞില്ല. അവസാനം ജോർജിയയിലോ റഷ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള പല ഭാഗങ്ങളിലോ ഒക്കെ വിടാമെന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ നിങ്ങൾ കേൾക്കണം, ദൈവകൃപയിൽ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയട്ടെ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം, പപ്പ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടൊക്കെ ഒത്തിരി അന്വേഷിച്ചപ്പോൾ അവൻ ദൈവസന്നിധിയിൽ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, പപ്പ ഓസ്ട്രേലിയക്ക് മെഡിസിൻ ഉള്ളതായ അഡ്മിഷൻ നമ്മൾ നോക്കിയാലെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഫീസ് ഭയങ്കര കൂടുതലാണ്. ഒരു വിധത്തിലും നമുക്കവിടെ പോകാൻ കഴിയത്തില്ല. പിന്നെ അതിൻ്റെ പേപ്പർ വർക്കുകൾ, ITR ഫയൽ ചെയ്യണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, മോനെ അതുകൊണ്ടൊന്നും ആകത്തില്ല, നമുക്ക് വേറെ ഏതെങ്കിലും ചെറിയ രാജ്യങ്ങളിലേക്ക് പോകാം, അതിനുള്ള സാമ്പത്തികം നമുക്കില്ല. അപ്പോൾ എൻ്റെ മകൻ ചോദിച്ചൊരു ചോദ്യമാണ്, അപ്പാ ദൈവം വഴി തുറന്നാൽ വിടുമെന്ന് ചോദിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, ദൈവം വഴി തുറന്നാൽ പിന്നെ ഒരിക്കലും ഒരു തടസ്സവുമില്ല, നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾ കേൾക്കണമോ? അതിന്റെ പേപ്പർ വർക്കുകൾ ക്രമീകരിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തിന്റെ കൃപയാൽ പറയട്ടെ, അവിടെ വിസ റെഡിയായി, അവിടുത്തെ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. ഓസ്ട്രേലിയ സിഡ്നിയിൽ അനുഗ്രഹിക്കപ്പെട്ട കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. സന്തോഷത്തോടുകൂടെ ഇന്ന് 3-ാം വർഷം എൻ്റെ മകൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. 2-ാമത്തെ മകന് അവനും ആഗ്രഹിച്ചു, എൻ്റെ ചേട്ടനുള്ള സ്ഥലത്ത് എനിക്കും പോകണമെന്ന്. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം, പരിശ്രമിച്ചപ്പോൾ അവിടെ പല കുഞ്ഞുങ്ങളെയും എത്തുവാൻ കഴിയുന്നില്ല. കാരണം അവിടെ പല തടസ്സങ്ങൾ അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. 2-ാമത് ഒരാളുള്ളപ്പോൾ ഒരു വീട്ടിൽ നിന്ന് തന്നെ അടുത്തൊരു സഹോദരന് പോകാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, എൻ്റെ
മൂത്ത മകനെ എത്തിച്ച സ്ഥലത്ത് രണ്ടാമത്തവനെ എത്തിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ കൃപയെ പറയട്ടെ. ഹല്ലേലൂയ. പെട്ടെന്നായിരുന്നു തന്റെ പൈതലിന്റെ വിസ റെഡി ആയത്. ദൈവം ഒരു സ്ഥലത്ത് എത്തിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം എത്തിച്ചിരിക്കും. ഇന്ന് കൃപയാൽ രണ്ടുപേരും സിഡ്നിയില് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ മകൻ ഇപ്പോൾ 6 മാസമായതേ ഉള്ളൂ പോയിട്ട്. എനിക്ക് 3 തലമുറകളാണ്. മൂന്നാമത്തെ മകൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, സാഹചര്യം നോക്കിയാൽ ഞാനൊരു സുവിശേഷ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഈ 29 വർഷമായി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഈ വചനം, ഈ ബൈബിൾ നീ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയാൽ നിന്റെ തലമുറകൾക്ക് വേണ്ടി തക്ക സമയത്ത് വഴിയും വാതിലുകളും തുറക്കുമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പങ്കുവെക്കാം. യേശുവിന്റെ നാമത്തിൽ നിശ്ചയമായും ചില പ്ലാനുകൾ നിന്നെ കുറിച്ചുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ഇനി കേൾക്കുക. അങ്ങനെ ഇനി ഒരു വാക്കൂടെ ഉണ്ട്. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ പൗലോസിന് ദൈവം ശക്തമായിട്ട് ഒരു ഉറപ്പ് കൊടുത്തു. ഒരുത്തന്റെയും ഒരു രോമം പോലും നഷ്ടമാകാൻ ദൈവം സമ്മതിക്കത്തില്ലെന്ന്. ആ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 27-ന്റെ-34. അതുകൊണ്ട് ആഹാരം കഴിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തന്റെയും തലയിലെ ഒരു രോമം പോലും നഷ്ടമാകിയില്ല നിശ്ചയം എന്ന് പറഞ്ഞു. കണ്ടോ, നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നഷ്ടമാകില്ല. ഇത്രയും പ്രതിസന്ധികൾ വന്നിട്ട് പോലും 276 പേര്, അതിൽ ഒരെണ്ണം പോലും നഷ്ടമാകാതെ മെലിത ദ്വീപിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു ദൈവത്തിന് സ്തോത്രം പറയാമോ? എത്തിക്കുമെന്ന് പറഞ്ഞവൻ എത്തിച്ചിരിക്കും. സ്തോത്ര, 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 സ്തോത്രം. ഇനി ഞാൻ അവസാന ഭാഗത്തേക്ക് വരിക. എന്റെ സമയം കഴിയാറായിരിക്കുകയാണ്. നിങ്ങൾ കേൾക്കുക. ഇതാ മെലിത്ത ദ്വീപിലേക്ക് എത്തി. അവിടെ നമുക്കറിയാം അവിടെ സംഭവിച്ചത് അത് 3ാമത്തെ മേഖലയാണ്. റോമിൽ ഇതുവരെ എത്തിയിട്ടില്ല, പക്ഷെ മെലിത്ത ദ്വീപിൽ എത്തിയതേ ഉള്ളൂ. റോമാലെ അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 1 മുതൽ വായിച്ചാൽ അവിടെ ഈ മാൾട്ട എന്ന് പറഞ്ഞ രാജ്യം അവിടെ അണല് കയറി പൗലോസിന്റെ കൈമേൽ ചുറ്റി. വേറൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് ആ അണല് കയറി കടിച്ചെന്ന, കയ്യിൽ കയറി കടിച്ചെന്ന, രക്തത്താൽ ജയം. ഏതായാലും ആത്മാവിന്റെ ശക്തിയുള്ളവൻ അത് കുടഞ്ഞു കളഞ്ഞു, അത് തീയിൽ തന്നെ കുടഞ്ഞു കളഞ്ഞു. സ്തോത്ര, സ്തോത്രം. അതോടെ ചത്തുവീർക്കും തീരുമെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ തന്നെ ദൈവം പൗലോസ് ഒരു നീതിമാനാണ്, അവനൊരു ദേവനാണ്, അവന്റെ മേലൊരു ദൈവകൃപയുണ്ടെന്ന് വെളിപ്പെടുത്തുവാനായിട്ടിടയായി. സ്തോത്രം. ഇനി അവിടെ നടന്നൊരു സംഭവം ഞാൻ പറയാം. ഇന്ന് മാൾട്ടയിൽ ഈ അണലികളില്ല. എന്താ കാരണം എന്നറിയാമോ? അന്ന് പൗലോസ് കുടഞ്ഞു കളഞ്ഞതാ. അതിനുശേഷം വംശനാശം സംഭവിച്ചു. ഒരെണ്ണം പോലും അവിടെ പിന്നെ ജീവനോടെ ഇല്ല. ഒരു അഭിഷക്തൻ പ്രാർത്ഥിച്ച് ഒരെണ്ണത്തെ ശാസിച്ചാൽ നിന്റെ കുടുംബത്തിലുള്ള, നിന്റെ തലമുറയുടെ മേലുള്ള, നിന്റെ വരുമാന മാർഗത്തിലുള്ള എന്തെങ്കിലും പോരുകൾ, എന്തെങ്കിലും പോരാട്ടങ്ങൾ, നിനക്കെതിരെയുള്ള വെല്ലുവിളികൾ, അതിനെ ശാസിച്ചാൽ പിന്നെ അത് നിന്റെ അടുക്കലേക്ക് വരികയില്ല. രാത്രി ഞാൻ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഒത്തിരി അത്ഭുതങ്ങൾ ഇവിടെ നടക്കുക എൻ്റെ ദൈവമക്കളെ. സ്തോത്രം. ഞാനിപ്പോൾ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനായിരിക്കുന്നത്. ലൈവിലൂടെ എത്ര പേര് കാണുന്ന ഞങ്ങൾക്കറിയത്തില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചാണ്. ഈ ഒരു വർഷം കൊണ്ട് തന്നെ 53ഓളം പേര് ഞങ്ങളുടെ സഭയിലേക്ക് വന്നു കഴിഞ്ഞു. അത്രമാത്രം ഞങ്ങൾക്കിവിടെ ഹാളിൽ ഇരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ജനക്കൂട്ടത്തെയാണ് കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനത്തെ ദൈവം കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവിലൂടെ കാണുന്നവരിൽ പോലും അത്ഭുത വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഒരു ദൈവിക കാര്യം ഇതിനകത്ത് ചലിക്കുകയാണ്. ഞാൻ ആത്മാർത്ഥതയോടെ ഞാൻ പറയാം, ഇന്ന് രാത്രിയിൽ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നവരുടെ മേല് ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. സാധാരണ നിലയിലല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു അസാധാരണമായ ഒരു ദൈവിക കരം ചലിക്കാൻ പോവുകയാണ്. രക്തത്താൽ ജയം.
ആമേൻ. ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പങ്കുവെക്കാനുണ്ടെങ്കിലും ആ വചനം വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം, സമയത്തിന്റെ പരിധി ഉള്ളതുകൊണ്ട്. ആമേൻ. ഇവിടെ ഇതാ മാൾട്ടയിൽ ആമേൻ പിന്നെ ആ അണലി അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ സ്തോത്രം 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 സ്തോത്രം. ഇവർക്ക് എന്തൊക്കെ നഷ്ടമായോ, ഒരു സമയത്ത് കപ്പലിലുള്ള ഒരു നന്മ അനുഭവിക്കാൻ കഴിയാതെ അതിലുള്ള ആഹാര സാധനങ്ങൾ മുഴുവൻ എന്ത് ചെയ്തു? ആമേൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞ അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇവർ മാൾട്ട ദ്വീപിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരിക്കൽ സ്തോത്രം കപ്പലിൽ നഷ്ടപ്പെട്ട പലതും അതപ്പുറമായി ദൈവം കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തി 28:10 വായിച്ചേ. Acts chapter 28 verse 10. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. അവനേറിയ സമ്മാനങ്ങൾ തന്ന് ഞങ്ങളെ മാനിച്ചു. സ്തോത്രം. കപ്പലിൽ കയറ്റി കൊടുത്തതായിട്ടുള്ള ഭാഗം കാണുന്നുണ്ട്. ആ ഭാഗം ഒന്ന് വായിക്കാമോ? ഓക്കെ. ഏറിയ സമ്മാനം തന്നു എന്ത് ചെയ്തു? മാനിക്കുവാനായിട്ടിടയായി തീർന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നിനക്ക് എന്തൊക്കെ നഷ്ടമായോ, ഒരു ഭാഗത്ത് നഷ്ടമായോ, മറുവശത്ത് ദൈവം നിനക്ക് മറുവശത്തുനിന്ന് ചില സമ്മാനങ്ങൾ നിന്റെ കയ്യിൽ എത്താൻ പോകുകയാണ്. എന്താണ് നിനക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്? തുള്ളൻ നശിപ്പിച്ചതാണോ? വെട്ടിക്കിളി നശിപ്പിച്ചതാണോ? വിട്ടിൽ നശിപ്പിച്ചതാണോ? നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് ദൈവം പകരം തരാൻ പോകുക ഈ വർഷം. വിശ്വസിക്കുന്നവർ ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത്. രണ്ടാമത്, അവർക്ക് കപ്പൽ നഷ്ടപ്പെട്ടു. അവർ യാത്ര ചെയ്തു വന്ന കപ്പൽ മുഴുവനും തകർന്നു തരിപ്പണമായി പോയി. എന്നാൽ നിങ്ങൾ അടുത്ത ശ്രദ്ധിച്ച് 28:11 വാക്യം വായിച്ചേ. Acts chapter 28 verse 11. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചുകിടന്നിരുന്ന അശ്വിനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് 3 മാസം അവിടെ ഈ കപ്പൽ അവിടെ ആയിരുന്നു? ശീതകാലം വന്നതുകൊണ്ട് ആ കപ്പലിന് പോകാൻ കഴിഞ്ഞില്ല. ശീതകാലം കഴിഞ്ഞപ്പോഴാണ് കപ്പൽ യാത്ര ചെയ്തത്. പക്ഷേ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്, ഒരു കപ്പൽ തകരുന്നതിന് മുമ്പ്, അവരുടെ കപ്പൽ തകരുന്നതിന് മുമ്പ് ദൈവതമ്പുരാൻ മുന്നമേൽ റോമിലേക്ക് പോകാൻ വേണ്ടി ഈ കപ്പലിനെ ദൈവം ഒരുക്കി വച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? യേശുവിന്റെ നാമത്തിൽ ആമേൻ. എപ്പോഴേ പോകേണ്ട കപ്പലായിരുന്നറിയാമോ? എന്നാൽ 3 മാസത്തേക്ക് എന്റെ ദൈവം പൗലോസിനും കൂട്ടർക്കും കൂടെ പോകുവാൻ വേണ്ടി ദൈവം അവിടെ ഒരുക്കി വച്ചിരുന്നു. ഒരു വഴി അടയുമ്പോൾ നീ ഭാരപ്പെടരുത്. ദൈവം മറുവശത്ത് വഴി തുറന്നുകൊണ്ടിരിക്കുക. ഏലിയാവേ, കെരുത്തുതൊട്ടിലെ വെള്ളം വറ്റുന്നതിന് മുമ്പ്, വറ്റിച്ചതിന് ശേഷമല്ല സാരാഭാത്തിൽ ദൈവം വിധവയുടെ ഭവനത്തിൽ കരുതിയത്. അവൻ വറ്റുന്നതിന് മുമ്പേ ദൈവം കരുതി. ഏലിയാവ് കാക്കയുടെ വരവ് നിൽക്കുന്നതിന് മുമ്പ് ദൈവം മറുവശത്ത് കരുതി. അതാ ഇന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറയാം, കാക്കയല്ല നിന്നെ കരുതുമെന്ന് പറഞ്ഞത്, കെരുത്തുതോട്ടല്ല നിന്നെ കരുതുമെന്ന് പറഞ്ഞത്. ആമേൻ, ഹല്ലേലൂയ. വിധവയല്ല നിന്നെ കരുതുമെന്ന് പറഞ്ഞത്, ദൂതനല്ല നിന്നെ കരുതുമെന്ന് പറഞ്ഞത്, സാക്ഷാൽ എന്റെ ദൈവമാണ് നിന്നെ കരുതുമെന്ന് പറഞ്ഞെങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി തക്ക സമയത്ത് കരുതും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി അങ്ങനെ റോമിൽ പോകാൻ ആഗ്രഹിച്ചു. റോമിൽ എത്തിക്കുമെന്ന വാഗ്ദത്തമുണ്ട്. റോമിലെത്തിയോ? നമുക്ക് നോക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അവിടെ സഹോദരന്മാരെ കണ്ട് തങ്ങളോട് കൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിൽ എത്തി. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, പിന്നെ ഞങ്ങൾ റോമിലെത്തി. ആഗ്രഹിച്ചത് എന്താണ്? റോമിലൊന്ന് കാണണം. റോമിലെ ആൾക്കാരോട് സുവിശേഷം അറിയിക്കണം. റോമ സഭയൊന്ന് എനിക്കൊന്ന് അറിയണം. ആമേൻ. ആ ആഗ്രഹത്തെ ദൈവം വാഗ്ദത്തമാക്കി, ദൈവാലോചനയാക്കി. പ്രതിസന്ധികൾ വന്നു. 40 പേര് നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷേ അവരെ കൊണ്ട് സാധിച്ചില്ല. അവിടെ നിന്ന് ദൈവം രക്ഷപ്പെടുത്തി. കപ്പലിൽ 8 വിധമായിട്ടുള്ള പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നു. ഒരു കഷ്ണം കപ്പലിലെ പലക മാത്രം ലഭിച്ച
തിരിച്ച് ആമേൻ മെലിത്തദ്വീപിലേക്ക് വന്നപ്പോൾ അവിടെയും ചില അണലികൾ കയറി നശിപ്പിക്കാൻ നോക്കി. പക്ഷെ അതിനൊന്നിനും ആമേൻ വാഗ്ദത്തത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ എത്തിക്കുമെന്ന് പറയുന്ന ഇടത്ത് ദൈവം എത്തിച്ചിരിക്കും. അത് ഏത് രാജ്യത്തായാലും, ഏത് സ്ഥാപനത്തിലായാലും, ഏത് വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിലായാലും നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ നിന്നെ എത്തിച്ചിരിക്കോ. കരങ്ങളെ അടിച്ച ദൈവത്തെ ഒന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചേ. കണ്ണുകൾ അടയ്ക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. ദൈവതമ്പുരാന്റെ കരം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. അവൻ നിന്റെ സഞ്ചലനങ്ങൾ മാറട്ടെ. എല്ലാം അസ്തമിച്ചാലും, എല്ലാം മാറിപ്പോയാലും, എല്ലാം തകർന്നാലും നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞവൻ അവൻ എത്തിച്ചിരിക്കോ. വാഗ്ദത്തത്തിൻ സമയമാണിത്. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വാക്കു മാറുകയില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. അവൻ വാക്കു മാറുകയില്ല. പ്രതികൂല കാറ്റെന്നെ അടിച്ചിടാലും, ആമേൻ, എന്റെ ഉള്ളം തകർന്നാലും, ഹല്ലേലൂയ, ദൈവം കൂടെയുണ്ട്. ഒരു നിമിഷം എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ, എന്നോട് ദൈവം പറഞ്ഞ ആലോചനകൾ, ഞാൻ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ, അത് ആലോചനയായി, അത് വാഗ്ദത്തമായി എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി കേട്ട ദൈവാലോചനയിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ജനത്തിനായി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മനസ്സ് സഞ്ചലിപ്പിച്ചുകൊണ്ട് എവിടേക്ക് പോകണമെന്നറിയാൻ കഴിയാതെ ചിലതൊക്കെ തുടങ്ങി വെച്ചതാ, പക്ഷേ ആമേൻ എന്തോ ഒരു സ്റ്റക്കായതുപോലെ ചില മേഖലകൾ സ്റ്റക്കായിരിക്കുന്ന അനുഭവമാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ പ്രാർത്ഥിച്ച് ശാസിക്കുകയാണ്. തടസ്സമായി സമ്മതിപ്പിക്കാത്ത ചിലത്, വീട്ടിൽ സമ്മതിപ്പിക്കാത്ത ചിലത്, ജോലി സ്ഥലത്ത് സമ്മതിപ്പിക്കാത്ത ചിലത്, വാഗ്ദത്തങ്ങൾ നിറവേറാൻ സമ്മതിപ്പിക്കാത്ത ചില കാറ്റിനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഈ ജനം വിടുവിക്കപ്പെടട്ടെ. ഈ ജനം ദൈവകൃപയിലേക്ക് വരട്ടെ. ഈ ജനത്തിന്റെ പുതുവഴികൾ ദൈവം തുറക്കണമേ. നഷ്ടപ്പെട്ട നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന്, ആഴിയുടെ ഉറവുകളെ തുറന്ന്, ആമേൻ, പോരാതെ വണ്ണം ഈ ജനത്തെ നിറയ്ക്കണമേ. ആകാശത്തിലെ വിശിഷ്ട വസ്തുവായ മഞ്ഞുകൊണ്ടും, താഴെ കിടക്കുന്ന അഗാധ ജലം കൊണ്ടും, സൂര്യനാൽ ഉളവാകും വിശിഷ്ട ഫലം കൊണ്ടും, പ്രതിമാസ ചന്ദ്രനാൽ വിശിഷ്ട സാധനങ്ങൾ കൊണ്ടും, പുരാതന പർവ്വതങ്ങളുടെ ശ്രേഷ്ഠ സാധനങ്ങൾ കൊണ്ടും, ആമേൻ, ശാശ്വത ശൈലങ്ങളുടെ വിശിഷ്ട വസ്തുക്കൾ കൊണ്ടും, ഭൂമിയിലെ സകല സമൃദ്ധി കൊണ്ടും ഈ ജനത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ സണ്ണിപ്പാസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അഭിഷക്തനെ ഈ ദിവസങ്ങളിൽ ഒരു വലിയ തീയായി ഉപയോഗിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ തലമുറകളെ മാനിക്കണമേ. ദൈവ കൃപയിൽ എല്ലാവരുടെ മേൽ അസാധാരണമായി പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. റിജോയ്സ് മിനിസ്ട്രി യേശുവിന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സർവശക്തൻ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. കർത്താവ് ഞങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. റിജോയ്സ് മിനിസ്ട്രീസിലെ എല്ലാ അംഗങ്ങൾക്കും അപ്പോൾ തന്നെ ആമേൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ സണ്ണി പാസ്റ്ററും കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. കർത്താവേ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.